पाठ 4 तुम कौन हो. ഇത് വായിക്കാൻ അറിയില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ടീച്ചർ ഒരിക്കൽ കൂടെ ഇടുന്നത് കേട്ടോ. വായിക്കാൻ അറിയാത്തവർ ഈ വീഡിയോ കണ്ട് വായിക്കാൻ പഠിച്ചോണം. सर्दियों के दिन थे. लगभग 10 साल का एक छोटा लड़का ठंड से कांप रहा था. वह नंगे पैर था. जूतों की दुकान के बाहर खड़ा अंदर झांक रहा था. एक महिला उसके पास आई और बोली, तुम इतने ध्यान से क्या देख रहे हो? मैं भगवान से अपने लिए एक जोड़ी जूते मांग रहा हूँ. लड़का बोला. उस औरत ने पूछा, तुम कहाँ रहते हो? लड़का देवालय की ओर इशारा करते हुए बोला, वहाँ बरामदे में अब भाई के साथ रहता हूँ. क्या भाई तुमसे बड़ा है? उसने सिर पर हाथ फेरते हुए कहा, नहीं. उसने गर्दन हिलाते हुए कहा. ഇതാണ് കേട്ടോ അവരത്തും ഈ ആൺകുട്ടി കണ്ടോ, അവൻ്റെ ഡ്രസ്സൊക്കെ കീറി പറഞ്ഞ ഡ്രസ്സാണ്. ഇതുണ്ടോ, ഇതാണ് ജുത്തേക്ക് ദുഃഖാൻ കേട്ടോ. ഓക്കെ. नहीं, उसने गर्दन हिलाते हुए कहा. उस औरत ने बच्चे का हाथ पकड़ा और दुकान के अंदर ले गई. उसने दुकानदार से 2 जोड़े जोराब लाने को कहा. फिर दुकानदार से पूछा कि क्या उससे थोड़ा सा गर्म पानी और तौलिया मिल सकते हैं. दुकानदार ने तत्काल पानी और तौलिया लाकर दे दिया. वह औरत लड़के को दुकान के पीछे ले गई. वहाँ उसने अच्छी तरह से उसके पैर धोए, साफ किए और तौलिए से उन्हें पोंछा. तब तक दुकानदार मोजे लेकर आ गया था. औरत ने लड़के को मोजे पहनाए और एक जोड़ी जूते भी खरीद कर दिए. लड़का जूते पहनकर बहुत खुश लग रहा था. औरत ने बाकी के मोजे उसे दे दिए. उसके सिर पर हाथ फेरते हुए कहा, पहले से बेहतर लग रहा है. लड़के ने हाँ में सिर हिलाया. वह उससे एकटक देख रहा था. जैसे ही वह जाने के लिए मुड़ी, लड़के ने उसका हाथ पकड़ लिया. आंसू भरी आंखों से उसकी ओर देखा और बोला, तुम कौन हो? औरत उसे प्यार से देखती रही पर बोली कुछ नहीं. उसने फिर से सवाल किया, क्या तुम ईश्वर की पत्नी हो? ഇതാണ് പാഠം കേട്ടോ. അരവിന്ദ് എഴുതിയത് അരവിന്ദ്. ബാക്കി ആരാണെന്ന് നോക്കട്ടെ കേട്ടോ. അരവിന്ദ് ഗുപ്തയാണ് ഈ കഥ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്കൊരു മോറൽ കിട്ടാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന സ്റ്റോറിയാണ്. നിങ്ങളിതിൻ്റെ സ്റ്റോറി എന്താണെന്ന് മനസ്സിലാക്കി നന്നായിട്ട് പഠിക്കുക. ഓക്കെ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എക്സർസൈസ് ഉണ്ട്, വായിക്കുക. ഈ വീഡിയോ കൊണ്ട് എല്ലാവരും വായിക്കാൻ പഠിച്ചോണേ. താങ്ക് യു.
पार्ट 4 तुम कौन हो? कंप्लीट एक्सरसाइज ऑफ चैप्टर 4 പേജ് നമ്പർ 27. വാചൻ കൗശൽ പറയാനുള്ള കഴിവ് യാ സ്പീക്കിംഗ് സ്കിൽസ്. സർദിയോ ജോഡി ദേവാലയ ജുറാബ് തവലിയ आंसू ईश्वर. नेक्स्ट उत्तर लिखो. क्वेश्चन नंबर 1. लड़के की उम्र क्या थी? ഈ കുട്ടിയുടെ ഈ ആൺകുട്ടിയുടെ വയസ്സ് എത്രയായിരുന്നു? ഈ ആൺകുട്ടിയുടെ വയസ്സ് എത്രയായിരുന്നു? ഏകദേശം ഒന്ന് ആലോചിച്ച് പറഞ്ഞ എല്ലാവരും. ഈ കുട്ടിക്ക് എത്ര വയസ്സുള്ളതായിരുന്നു? ഓർക്കുന്നുണ്ടോ? ഓക്കെ, ഇല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ. ലड़के की उम्र लगभग 10 साल की थी. ഈ കുട്ടി ഈ ആൺകുട്ടി ഉമ്മർ എന്ന് പറഞ്ഞാൽ ഏജ് ആണ് കേട്ടോ, വയസ്സ്. ലഗ്ഭഗ് ഏകദേശം, എബൌട്ട് 10 साल की थी. ഈ കുട്ടി ഏകദേശം 10 വയസ്സുള്ള കുട്ടിയായിരുന്നു. ഏകദേശം 10 വയസ്സുള്ള കുട്ടി ആയിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 2. ലड़के के पास कौन आया? പാസ് എന്ന് പറഞ്ഞാൽ നിയർ, കോൺ ഹു. ഈ ലड़के के पास कौन आया? ആയ എന്ന് പറഞ്ഞാൽ കെയിം. ഹു കെയിം ടു ദ ബോയ്. അതാണ്. ഈ ആൺകുട്ടിയുടെ അടുത്തേക്ക് ആരാ വന്നേ? ഓർക്കുന്നുണ്ടോ നിങ്ങൾ? പറഞ്ഞേ. ലड़के के पास एक മഹിള ആയി. ഒരു സ്ത്രീയാണ്. അവരത്താണ് ഈ കുട്ടിയുടെ അടുത്തേക്ക് വന്നത്. ഒരു സ്ത്രീയാണ് വന്നത്. ലड़के के पास, പാസ് എന്ന് പറഞ്ഞാൽ നിയർ, അടുത്ത്. ഏക മഹിള, ഒരു സ്ത്രീ, ഒരവരത്ത് ആണ് വന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3. മഹിളാനെ ലड़के को क्या पहनाया? ഈ സ്ത്രീ ഈ കുട്ടിയെ ധരിപ്പിച്ചത് എന്താണ്? മഹിളാനെ ലड़के को ജൂത്തേ ജുറാബ് പഹനായേ. ജൂത്തേ എന്ന് പറഞ്ഞാൽ ഷൂസ്, ജുറാബ് എന്ന് പറഞ്ഞാൽ സോക്സ്. മഹിളാനെ ഈ സ്ത്രീ ലड़के को ഈ ആൺകുട്ടിക്ക് ജൂത്തേ ജുറാബ് പഹനായേ ധരിപ്പിച്ചു. പഹനായേ മീൻസ് ധരിപ്പിക്കുക, ധരിപ്പിച്ചു. മഹിളാനെ ലड़के को ജൂത്തേ ജുറാബ് പഹനായേ. क्वेश्चन नंबर 4. ജൂത്തേ ജുറാബ് പഹൻകർ ലड़के को कैसा लगा? ജൂത്തയും ജുറാബും ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് എങ്ങനെയാണ് ഫീൽ ഉണ്ടായത്? ജൂത്തേ ജുറാബ് പഹൻകർ ലड़के को ബഹത്തർ ലഗ. നേരത്തേക്കാളും ബെറ്റർ ആയിട്ടാണ് ആ കുട്ടിക്ക് തോന്നിയത്. ബെഹത്തർ, ബെഹത്തർ എന്ന് പറഞ്ഞാൽ ബെറ്റർ, ലഗ ഫെൽറ്റ്. നേരത്തെ അവസ്ഥയെക്കാളും വളരെ ബെറ്ററായിട്ട് തോന്നി ആ കുട്ടിക്ക്. ആ കുട്ടിക്ക് ജൂത്തേ ജുറാബ് ഇട്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നി, പണ്ടത്തെക്കാളും ബെറ്ററായിട്ട് തോന്നി. ജൂത്തേ ജുറാബ് പഹൻകർ ലड़के को ബെഹത്തർ ലഗ. ലड़ക്കിക്ക് ബെറ്ററായിട്ട് തോന്നി, പണ്ടത്തെക്കാളും ബെറ്ററായിട്ട് തോന്നി. ജൂത്തേ ജുറാബ് പഹൻകർ ലड़के को ബെഹത്തർ ലഗ. ഓക്കെ. ശ്രവൺ കൗശൽ നെക്സ്റ്റ് പാർട്ടിലേക്ക് കിടക്കുകയാണ്. ക്വസ്റ്റ്യൻ ആൻസർ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 1. ഭഗവാൻ സെ ക്യാ മാങ് രഹാ താ? ലഡ്ക ഭഗവാൻ സെ ക്യാ മാങ് രഹാ താ? ഈ ലഡ്ക ഭഗവാനോട്, ദൈവത്തോട് എന്താണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? ലഡ്ക ഭഗവാൻ സെ അപ്നെ ലിയെ ഏക് ജോഡി ജൂത്തേ മാങ് രഹാ താ. തനിക്ക് വേണ്ടി ഒരു ജോഡി ജൂത്തയാണ് ലഡ്ക ഭഗവാനോട് ചോദിച്ചുകൊണ്ടിരുന്നത്. ഭഗവാൻ മീൻസ് ദൈവം, ദൈവത്തോട് ഒരു ജോഡി ജൂത്തയാണ് ചോദിച്ചിരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2. ലഡ്ക രഹതാ താ? ഈ കുട്ടി എവിടെയാണ് താമസിച്ചിരുന്നത്? വരാന്തേമേ, വരാന്തയിലാണ് താമസിക്കുന്നത് അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 3. ലഡ്കെ കെ സാത്ത് രഹതാ താ? ഈ കുട്ടിയുടെ കൂടെ താമസിക്കുന്ന ആരാണ്? ലഡ്കെ കെ സാത്ത് ചോട്ടാ ഭായ്. ചോട്ടാ ഭായ് ചെറിയ ആൺകുട്ടി, സഹോദരനാണ് താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലേക്ക് പൂരിപ്പിച്ച് വെക്കുക കേട്ടോ. താങ്ക് യു. ടിക്കറ്റ് വെച്ചാൽ മതി. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ ഘ. മഹിള ലഡ്കെ കോ ലേ ഗയി. മഹിള ഈ ഔരത്ത് ആ കുട്ടിയെ കൊണ്ടുപോയി. എങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ട് പോയത്? ഓക്കെ. ദുക്കാൻ കെ അന്തർ, കടയുടെ അകത്തേക്കാണ് കൊണ്ടുപോയത്. കടയുടെ അകത്തേക്കാണ് ഈ ഔരത്ത് ആ കുട്ടിയെ കൊണ്ട് പോയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 1. ലഡ്ക ക്യാ കർ രഹാ താ? കുട്ടി എന്ത് ചെയ്യായിരുന്നു? വെറുതെ കയ്യെ പിടിച്ച് വരച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തേ? അല്ല അല്ലേ, കുട്ടി എന്നെ ചെയ്യുകയായിരുന്നു. ജൂത്തേക്ക് ദുക്കാൻ കെ അന്തർ ദിഖ് രഹാ താ. ജൂത്തേ ജുറാബ് വാങ്ങുന്ന കടയുടെ അകത്തേക്ക് എത്തി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ. ലഡ്ക ക്യാ കർ രഹാ താ? ലഡ്ക ജൂത്തേക്ക് ദുക്കാൻ കെ അന്തർ ജാക് രഹാ താ. ദുക്കാൻ, കട, ചെരുപ്പ് കടയുടെ അകത്തേക്ക് നോക്കിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു.
മഹിളാനെ ലഡ്കെ സെ ക്യാ പൂച്ച. ഈ മഹിള കുട്ടിയുടെ അടുത്തേക്ക് വന്ന മഹിള കുട്ടിയോട് എന്താണ് ചോദിച്ചത്? മഹിളാനെ ലഡ്കെ സെ പൂച്ച, തും ഇത്തന ധ്യാൻ സെ ക്യാ ദേഖ് രഹേ ഹോ. മഹിള ലഡ്കയോട് ചോദിച്ചു, ഈ കുട്ടിയോട് ചോദിച്ചു, നീ ഇത്ര ശ്രദ്ധിച്ച് നോക്കുന്നത് എന്താണ്? ഇത്ര കാര്യമായി നീ നോക്കുന്നത് എന്താണ് എന്നാണ് മഹിള ലഡ്കയോട് ചോദിച്ചത്. പറഞ്ഞേ, മഹിളാനെ ലഡ്കെ സെ ക്യാ പൂച്ച. മഹിളാനെ ലഡ്കെ സെ പൂച്ച, തും ഇത്തന ധ്യാൻ സെ ക്യാ ദേഖ് രഹേ ഹോ. ക്വസ്റ്റ്യൻ നമ്പർ 3. മഹിള ലഡ്കെ കോ ദുക്കാൻ കെ അന്തർ ക്യോം ലേ ഗയി. ഈ സ്ത്രീ കുട്ടിയെ എന്തിനാണ് കടയ്ക്ക് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത്? മഹിളാനെ ലഡ്കെ കോ ദുക്കാൻ കെ അന്തർ ജൂത്തെ ജുറാബ് ഖരീദ് കർ ദിൽവാനെ കെ ലിയെ ലേ ഗയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്താണ് ഈ സ്ത്രീ കുട്ടിയെ കടയ്ക്കകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത്? ജൂത്തെ ജുറാബ് ഖരീദ് കർ ദിൽവാനെ കെ ലിയെ അല്ലേ? മഹിളാനെ ലഡ്കെ കോ ദുക്കാൻ കെ അന്തർ ജൂത്തെ ജുറാബ് ഖരീദ് കർ ദിൽവാനെ കെ ലിയെ ലേ ഗയി. ഈ മഹിള ഈ കുട്ടിയെ കടയ്ക്കകത്തേക്ക് കൊണ്ടുപോയത് ജൂത്തെ ജുറാബ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഷൂസും സോക്സും വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടിയെ കടയ്ക്കകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത് കേട്ടോ. ആ കുട്ടിക്ക് നല്ല ഷൂസും സോക്സും വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മഹിള കുട്ടി കടയ്ക്കകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ ഒന്നുകൂടെ നോക്കിക്കേ, മഹിളാനെ ലഡ്കെ കോ ദുക്കാൻ കെ അന്തർ ജൂത്തെ ജുറാബ് ഖരീദ് കർ ദിൽവാനെ കെ ലിയെ ലേ ഗയി. മഹിള കുട്ടിക്ക് കടയ്ക്കകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത് ജൂത്തെ ജുറാബ് ഖരീദ് കർ ദേനെ കെ ലിയാണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 4. മഹിളാനെ ഗരം പാനി അവർ തൗലിയ ക്യോ മാങ്ക. ഈ സ്ത്രീ എന്തിനാണ് ഗരം പാനി ചൂടുവെള്ളവും ടവലും ചോദിച്ചത്? എന്തിനാണ്? മഹിളാനെ ലഡ്കെ കെ പയർ ധുൽവാനെ കെ ലിയെ ഗരം പാനി അവർ തൗലിയ മാങ്ക. ഈ മഹിള, ഈ സ്ത്രീ കുട്ടിയുടെ കാലെല്ലാം തണുത്ത് വിറച്ചിരിക്കുക അല്ലേ, കാല് കഴുകി തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് മഹിള കടക്കാരനോട് ചൂടുവെള്ളവും ടവലും ചോദിച്ചത്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 5. ലഡ്ക മഹിള സെ ക്യാ ജാനനാ ചാഹതാ ഥാ. ഈ കുട്ടി ഈ മഹിളയിൽ നിന്നും ഈ സ്ത്രീയിൽ നിന്നും എന്തറിയാനാണ് ആഗ്രഹിച്ചത്? ലഡ്ക മഹിള സെ ജാനനാ ചാഹ. ലഡ്ക മഹിളയിൽ നിന്നും അറിയാൻ ആഗ്രഹിച്ചിരുന്നു. ഥ കി ദാറ്റ് ക്യാ വഹ് ഭഗവാൻ കി പത്നി ഹോ. ക്യാ വഹ് എന്താ, അവർ ഭഗവാന്റെ പത്നിയാണോ, ദൈവത്തിൻ്റെ ഭാര്യയാണോ എന്നാണ് ഈ കുട്ടി ആ സ്ത്രീയിൽ നിന്നും അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചത്. ലഡ്ക മഹിള സെ ജാനനാ ചാഹതാ ഥാ കി വഹ് ഭഗവാൻ കി പത്നി ഹോ. പത്നിയാണോ എന്നറിയാനാണ് ആ കുട്ടി ആ സ്ത്രീയിൽ നിന്നും ആഗ്രഹിച്ചത്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 4 ഒന്നുകൂടെ നോക്കിക്കേ. മഹിളാനെ ഗരം പാനി അവർ തൗലിയ ക്യോ മാങ്ക. എന്തുകൊണ്ടാണ് മഹിള ഗരം പാനിയും ടവലും വാങ്ങിയത്? മഹിളാനെ ലഡ്കെ കെ പയർ ധുൽവാനെ കെ ലിയെ ഗരം പാനി അവർ തൗലിയ മാങ്ങ. കാലുകൾ കഴുകാൻ വേണ്ടിയിട്ടാണ് ഗരം പാനിയും ടവലും മേടിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 5. ലഡ്ക മഹിള സെ ക്യാ ജാനനാ ചാഹതാ ഥാ. ലഡ്ക ഈ സ്ത്രീയിൽ നിന്നും എന്തറിയാനാണ് ആഗ്രഹിച്ചിരുന്നത്? ലഡ്ക മഹിള സെ ജാനനാ ചാഹതാ ഥാ കി ക്യാ വഹ് ഭഗവാൻ കി പത്നി ഹോ. അവൾ ഭഗവാന്റെ ദൈവത്തിൻ്റെ പത്നിയാണോ എന്നറിയാനാണ്, ഭാര്യ ആണോ എന്നറിയാനാണ് ഈ കുട്ടി ഈ സ്ത്രീയിൽ നിന്നും ആഗ്രഹിച്ചത്. ലഡ്ക മഹിള സെ ജാനനാ ചാഹതാ ഥാ കി വഹ് ഭഗവാൻ കി പത്നി ഹേ. ഭഗവാന്റെ പത്നിയാണോ എന്നറിയാൻ വേണ്ടിയാണ്. നെക്സ്റ്റ് പേജ് നമ്പർ 29. ക്വസ്റ്റ്യൻ നമ്പർ 3. കിസ്നെ കിസ്സെ കഹ. ആര് ആരോട് പറഞ്ഞു? ഹൂ സെഡ് ടു ഹൂം. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 1. തും ഇത്തിനെ ധ്യാൻ സെ ക്യാ ദേഖ് രഹേ ഹോ. നീ ഇത്ര ശ്രദ്ധിച്ച് എന്താണ് നോക്കുന്നത്? അത് ആരോടാണ് പറഞ്ഞത്? മഹിളാനെ ലഡ്കെ സെ. ആ ലേഡി ആ ആൺകുട്ടിയോടാണ് പറഞ്ഞത് അല്ലേ. ആ കുട്ടിയുടെ അടുത്തേക്ക് വന്ന സ്ത്രീ ആ കുട്ടിയോടാണ് ചോദിച്ചത്, നീ ഇത്ര ശ്രദ്ധിച്ച് എന്താണ് നോക്കുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 2. വഹാം വരാന്ത മേ അപ്നെ ഭായി കെ സാത്ത് രഹതാ ഹും. ലഡ്കാനെ മഹിള സെ. ഇത് പറഞ്ഞുതരാം, ഞാൻ അവിടെ വരാന്തയിൽ എൻ്റെ സഹോദരൻ്റെ കൂടെയാണ് താമസിക്കുന്നതെന്ന് ആരോടാണ് പറഞ്ഞത്? ഈ ലഡ്ക എന്ന ആൺകുട്ടി മഹിള സെ മഹിളയോടാണ് പറഞ്ഞത് അല്ലേ. ആൺകുട്ടി മഹിളയോടാണ് പറഞ്ഞത്.
लड़का ने महिला से। क्वेश्चन नंबर 3, क्या तुम ഭഗവാൻ की पत्नी हो? നീ ഭഗവാന്റെ സഹോദരിയാണോ എന്ന് ചോദിച്ചത് ആരാണ്? അതും ആ ബോയ് ആണ് അല്ലേ, ആൺകുട്ടി മഹിളയോടാണ് പറഞ്ഞത്. ലടുക്കാനെ മഹിളാസെ പൂച്ച. ഓക്കെ, അപ്പം ടെക്സ്റ്റ് ബുക്കിലേക്ക് എഴുതി വയ്ക്കുക കേട്ടോ. നെക്സ്റ്റ്, സമാൻ അർത്ഥ വാലെ ശബ്ദ കെ ജോഡെ ബനാക്കർ ലിഖി. ഒരേ അർത്ഥം വരുന്ന വാക്കുകൾ അത് ജോഡിയാക്കി നമ്മൾ എടുത്തെഴുതണം. അവിടെ കോളത്തിലെല്ലാം തന്നിട്ടുണ്ട്, നമ്മൾ എടുത്ത് എഴുതിയാൽ മതിയാവും കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ ഭായ് സഹോദർ. സെക്കൻഡ് ജുറാബ് മോജെ. मंदिर देवालय. औरत महिला. പയർ പാവ്. പാനി ജൽ. ഭായ് എന്ന് പറഞ്ഞാൽ സഹോദരൻ തന്നെയാണ് കേട്ടോ. ജുറാബും മോജയും സോക്സ് ആണ്. മന്ദിർ ദേവാലയ അതായത് ടെമ്പിളാകാം, ചർച്ചാകാം, അത് ദൈവം വസിക്കുന്ന ആലയം. ഔരത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീ, ലേഡിയാണ് കേട്ടോ. ഔരത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ്, ലേഡിയാണ്. പയർ പാവ്. പയർ എന്ന് പറഞ്ഞാൽ കാലുകളാണ്. പാനി ജൽ. പാനിയും ജെല്ലും വാട്ടറാണ് കേട്ടോ, വെള്ളമാണ്. ഓക്കെ, എഴുതി വയ്ക്കുക കേട്ടോ. പേജ് നമ്പർ 29 തന്നെ ഭാഷാ കൗശൽ സെക്കൻഡ്. സഹി ശബ്ദ ചുൻകർ ലിഖി. ശരിയായ വാക്ക് നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതണം. क्वेश्चन नंबर 1, लड़के ने मंदिर की ओर डैश किया. നിശാന ഇഷാര. ഇതിലേതാണ് വേണ്ടത്? ഇഷാര അല്ലേ, ഇഷാരയാണ് ഇവിടെ വേണ്ടത് കേട്ടോ, എഴുതാം. ലड़का जूते पहनकर बहुत खुश लग रहा था. ഖുഷാണേ, ഖുഷി ഖുഷ്, രണ്ട് വാക്കുകൾ തന്നിട്ടുണ്ട്. അവിടെ നമ്മൾ എഴുതേണ്ടത് ഖുഷ് എന്ന ശബ്ദമാണ് കേട്ടോ. ലड़का जूते पहनकर बहुत खुश लग रहा था, അങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. बहुत खुश लग रहा था. क्वेश्चन नंबर 3, महिला ने उनके सिर पर हाथ डैश मारते फेरते हुए കേട്ടോ. फेरते എന്നുള്ള വാക്കാണ് നമുക്ക് അവിടെ വേണ്ടത്. वह महिला को एक टक देख रहा था. एक टक നട്ട്കട്ട് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ एक टक ആണ് അവിടെ വേണ്ടത് കേട്ടോ. एक टक देख रहा था. ഓക്കെ, ഈ വാക്ക് ചേർത്ത് പാഠപുസ്തകം പൂരിപ്പിക്കുക കേട്ടോ. അത്രേ ഉള്ളൂ. താങ്ക് യു. പേജ് നമ്പർ 30, ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. നിങ്ങൾ നോക്കുക, ഏറ്റവും മുകളിൽ രേഖാങ്കിത സർവനാം ശബ്ദം കേലിയെ സംജ്ഞ ശബ്ദ ലിഖേ. അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ആ സർവനാമ ശബ്ദത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സംജ്ഞാ ശബ്ദം കൊടുക്കണം. അതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ആ സർവനാമ ഏത് സംജ്ഞയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മതി. വഹാം ഉസ്നെ അച്ചി തര സെ ഉസ്കെ പയർ ധോയെ. അവിടെ ഉസ്നെ അവൾ, അച്ചി തരസെ നന്നായി, ഉൻകെ പയർ ധോയെ അവൻ്റെ കാലുകൾ തുടച്ചു എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഉസ്നെ എന്നുള്ള വാക്ക് ആർക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ആ ഉസ്നെ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഔരത്ത് അല്ലേ, ആ സ്ത്രീക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ അപ്പോൾ നമ്മൾ എന്താ എഴുതണം? ഒന്നെന്നുള്ളിടത്ത് ഔരത്ത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഉസ്കെ പയർ ധോയെ അവൻ്റെ കാലുകൾ കഴുകി. അവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അപ്പം ലടുക്ക അല്ലേ, ആൺകുട്ടി ഉദ്ദേശിച്ചാണ് ഉൻകെ അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. അവൻ്റെ കാലുകൾ കഴുകി എന്നാണ്. ഓക്കെ, അടുത്ത് നോക്കിക്കേ, പയർ ധോയെ അവൻ്റെ കാലുകൾ കഴുകി. ഓക്കെ, അത് ആ ലടുക്കയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാഫ് കി അവർ തൗലിയേസ് ഉനേം പൊച്ച. ഉനേം, അവിടെ ആ ഉനേം എന്നുള്ള വാക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്? പയർ, ലടുക്കയ്ക്ക് പയറിനെയാണ്, കാലിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. പയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെഗ്സ് ആണ്, കാലുകൾ. ഓക്കെ, ആ ആൺകുട്ടിയുടെ കാലുകളാണ് സ്ത്രീ കഴുകിയത് അല്ലേ. അപ്പോൾ ആ ഉനയും എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ആ ചെറുക്കൻകുട്ടിയുടെ കാലുകളെയാണ് ആ ഉനയും ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? പയർ, ലടുക്കയ്ക്ക് പയർ, ആൺകുട്ടിയുടെ കാലുകളെയാണ് ആ സർവനാമം ഉദ്ദേശിച്ചിരിക്കുക. മറന്നു പോകരുത് കേട്ടോ, മനസ്സിലായോ? അപ്പോൾ ആദ്യത്തെ ആർക്ക് വേണ്ടിയിട്ടാണ്? ഔരത്ത്, രണ്ടാമത്തേത് ലടുക്ക, മൂന്നാമത്തേത് പയർ. फ्रॉम टेक्स्ट बुक पेज नंबर 30, क्वेश्चन नंबर 4, उदाहरण के अनुसार वर्णों को अलग अलग लिखे. വർണ്ണങ്ങളെ വേറെ വേറെ മാറ്റി എഴുതുക, അതായത് വേർതിരിച്ച് എഴുതുക. ഓക്കെ, നമുക്കറിയാം വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് മാത്രകൾ ഉണ്ടാവുക അല്ലേ. മാത്രകളുണ്ടായി അത് ശബ്ദമായിട്ട് മാറുന്നത്, വാക്കുകളായിട്ട് മാറുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. കാപ്പ്, കാം എന്നുള്ളത് കാം അധികം പ എന്നാക്കി എഴുതിയിട്ട്
ക അധികം ആം കാം അധികം പ അധികം ആ കാപ്പ്. ഇതാണ് കാപ്പ് എന്ന് പറയുന്ന വാക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ ഖ ടണ്ട്. ടണ്ട് എന്ന് പറയുന്ന വാക്ക് അതുപോലെ തന്നെ പ്ലസ് ഇട്ട് വേർതിരിച്ച് മാറ്റി എഴുതണം. ടം അധികം ഡ് ടണ്ട്. അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. നമ്മുടെ മാത്രകളെ വേർതിരിച്ച് നമുക്ക് മാറ്റി എഴുതാം. ട് അധികം അം ടം. ഡ അധികം ആ ഡ ടണ്ട് ടണ്ട് ടം ണ്ട് ടണ്ട് തണുപ്പ്. ഓക്കെ, കോൾഡ് ഒക്കെയാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. മാങ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഗ മാങ്ക്. മാം അധികം ഗ മാങ്ക്. മാം അധികം ഗ എന്നാണ് എഴുതേണ്ടത് കേട്ടോ. ഈക്വൽസ് അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെയാണ്? മ അധികം ആം ഗ അധികം ആ മാങ്ക്. നെക്സ്റ്റ് തുറന്ത്. തുറന്ത് എന്ന് പറയുന്ന വാക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. തു അധികം രം അധികം ത ഈക്വൽസ് ത അധികം ഉ തു. ര അധികം അം രം. ത അധികം ആ ത തുരന്ത്. തുരന്ത് എന്ന് പറയുന്ന വാക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ത അധികം ഉ തു. ര അധികം അം രം അധികം ത അധികം ആ ത തുരന്ത്. അപ്പോൾ ഇത് നോക്കി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് എഴുതണം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നോക്കി പൂരിപ്പിക്കണം കേട്ടോ. പൂരിപ്പിക്കാനുള്ള സ്ഥലം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി എല്ലാവരും പൂരിപ്പിച്ച് എഴുതുക. കാപ്പ്. കാം അധികം പ കാപ്പ്. ക അധികം ആം പ്ലസ് പ അധികം ആ ടണ്ട്. ടം അധികം ഡ് ടണ്ട്. സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പം വർണ്ണങ്ങൾ മാറ്റി എഴുതുമ്പോൾ ട് അധികം അം അധികം ഡ് അധികം ആ. ഇനി അന്തർ. അന്തർ എന്ന് പറയുന്ന വാക്ക് അം അധികം ദ അധികം ഇർ. അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സ്വരാക്ഷരം അതിൽ നിന്ന് മാറ്റുമ്പം അം അധികം ദ അധികം ആ ര അധികം ആ അന്തർ. അങ്ങനെയാണ് അത് എഴുതുക കേട്ടോ. ഇനി അനുസ്വർ. अनुस्वर के स्थान पर पांचवां वर्ण आता है उसे अनुनासिक कहते हैं. അതായത് ചന്ദ്രക്കൊലയും കുത്തുവാണ്. അനുസ്വർക്കെ സ്ഥാൻ पर അത് അനുസ്വരം. അനുസ്വരം എന്ന് പറയുന്ന അമ്മാണെന്ന് അറിയാം അല്ലേ? പാഞ്ചുമാം വർണ്ണാത്താഹെ അഞ്ചാമത്തെ ഒരു വർണ്ണം കൂടെ വരുമ്പോൾ അഞ്ചാമൻ വരുമ്പോൾ അതിന് അനുനാസിക കൗത്തേഹെ